സാധാരണക്കാരന്റെ അരിയിൽ മണ്ണ് വാരിയിടുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് കേന്ദ്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലെ ഭേദഗതി നീക്കം. ജനദ്രോഹ നടപടികൾ എന്നും കൈക്കൊണ്ടിട്ടുള്ള കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിലൂടെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് സാധാരണക്കാരന്റെ വിശപ്പിനും കത്രിക വെക്കാൻ ഒരുങ്ങുകയാണ്. മനുഷ്യത്വരഹിതമായ ഈ നയത്തിലൂടെ കേരളത്തിലെ 5.95 ലക്ഷം കുടുംബങ്ങളുടെ അന്നത്തിലാണ് കേന്ദ്രം മണ്ണ് വാരിയിടാൻ ഒരുങ്ങുന്നത്. എന്താണ് കേന്ദ്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി? രാജ്യത്ത് ആദ്യം നിലനിന്നിരുന്നത് സാർവത്രിക പൊതുവിതരണ സംവിധാനമാണ്. എല്ലാവർക്കും ഒരേ റേഷൻ കാർഡ്, ഒരേ വിഹിതം. പക്ഷേ രണ്ടാം UPA സർക്കാർ വന്നതോടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന ലേബലിൽ റേഷൻ സംവിധാനം പരിമിതപ്പെടുത്തി. മഞ്ഞ, നീല, വെള്ള, പിങ്ക് എന്ന് പറഞ്ഞ് മഴവിൽ വർണ്ണങ്ങളെ പോലെ കളർഫുൾ കാർഡുകൾ അടിച്ചിറക്കി. എന്നിട്ട് നിങ്ങൾ ഇത്രയ്ക്ക് കഴിച്ചാൽ മതി എന്നൊരു കട്ടായവും, അതായത് റേഷൻ വിഹിതം വെട്ടി. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അതേ നയത്തിന് പിന്നാലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭേദഗതിയുമായി മോദി സർക്കാരും വന്നു. അതായത് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താനാണ് തീരുമാനം. കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവിധാനത്തിൽ നിന്ന് വ്യക്തിഗത സംവിധാനത്തിലേക്ക് പദ്ധതിയെ മാറ്റുന്നു. അതായത് മഞ്ഞ കാർഡുള്ള ഒരു കുടുംബത്തിന് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് 35 കിലോ ഭക്ഷ്യധാന്യമാണ്. ഇനി കുടുംബത്തിന് നൽകാതെ ഒരാൾക്ക് 7 കിലോ ആയി വെട്ടിക്കുറയ്ക്കും. അതായത് 2 പേർ മാത്രമുള്ള കുടുംബമാണെങ്കിൽ ഇനി കിട്ടുന്നത് 14 കിലോ ഭക്ഷ്യധാന്യം മാത്രമായിരിക്കും. ഇനി 4 പേരടങ്ങുന്ന കുടുംബമാണെങ്കിലും സമാനം തന്നെ, ഒരാൾക്ക് 7 കിലോ അരി മാത്രം. അപ്പോൾ ആകെ കുടുംബത്തിന് കിട്ടുന്നത് 25 കിലോ അരി മാത്രം. ഇനി ഇതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ 7 പേരുണ്ടെന്ന് കരുതുക. ഒരാൾക്ക് 7 കിലോ അരി കൊടുക്കുമെന്നാണ് വ്യവസ്ഥ എങ്കിൽ 49 കിലോ അരിയാണ് കുടുംബത്തിന് ന്യായമായി കിട്ടേണ്ടത്. പക്ഷെ കേന്ദ്രത്തിന്റെ പ്രത്യേക ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആയതുകൊണ്ട് തന്നെ 35 കിലോ ഭക്ഷ്യധാന്യം മാത്രമേ ലഭ്യമാകൂ. അംഗസംഖ്യ എത്ര കൂടിയാലും ഭക്ഷ്യധാന്യം 35 കിലോ ആണെന്ന് മാത്രം. അംഗസംഖ്യ കുറവാണെങ്കിൽ ഒരാൾക്ക് 7 കിലോയും. അവിടെയും പരിമിത റേഷൻ. ഇതാണ് കേന്ദ്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി. AAY പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി ദരിദ്രരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ അരിയിലാണ് കേന്ദ്രം മണ്ണ് വാരിയിടാൻ പോകുന്നത്. വൃദ്ധ ദമ്പതികൾ, വിധവകൾ, ഭിന്നശേഷിയുള്ളവർ, ആദിവാസി കുടുംബങ്ങൾ, ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾ, ദിവസവേതനക്കാർ, ഗുരുതര രോഗബാധിതർ തുടങ്ങിയവരുടെ ദൈനംദിന ജീവിതത്തെയും ഈ പദ്ധതി ദുരിതത്തിലാകുമെന്നതിൽ സംശയമില്ല. ഇന്ധനവില വർധനവിലൂടെയും പാചകവാതകത്തിന്റെ പേരിലും ജനങ്ങളെ കൊള്ളയടിക്കുന്നത് പോരാതെയാണ് മനുഷ്യന്റെ വിശപ്പിനും കേന്ദ്രം കത്തിവെക്കാൻ ഒരുങ്ങുന്നത്. ഈ തീരുമാനം അങ്ങേയറ്റം ജനദ്രോഹമാണ്, മനുഷ്യത്വരഹിതമാണ്.